അധ്യായം 20 ത്വാഹ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 135. അവതരണഘട്ടം. സൂറ മറിയമിന്റെ അവതരണത്തോടടുത്താണ് ഈ സൂറയും അവതരിച്ചത്. അബിസീനിയയിലേക്കുള്ള ഹിജ്റ നടന്നുകൊണ്ടിരിക്കുമ്പോഴോ അതിനുശേഷമോ ആയിരിക്കാം ഇതിന്റെ അവതരണം. ഏതായാലും ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ അധ്യായം അവതരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഉമറിന്റെ ഇസ്ലാമിലേക്കുള്ള ആഗമനത്തെക്കുറിച്ച് ഏറെ പ്രസിദ്ധവും പ്രബലവുമായിട്ടുള്ള റിപ്പോർട്ട് ഇതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി തിരുമേനിയെ വധിക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ടതായിരുന്നു. വഴിക്കുവെച്ച് ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, ആദ്യം താങ്കളുടെ വീട്ടിലെ കാര്യം നോക്കുക. താങ്കളുടെ സഹോദരിയും അവളുടെ ഭർത്താവും ഈ പുതിയ മതത്തിൽ ചേർന്നിരിക്കുന്നു. ഇത് കേട്ട ഉമർ നേരെ സഹോദരിയുടെ വീട്ടിലേക്ക് നടന്നു. അവിടെ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ഉമറിന്റെ സഹോദരി ഫാത്തിമയ്ക്കും അവരുടെ ഭർത്താവിനും ഒരു ഏട് വായിച്ചു കൊടുക്കുകയായിരുന്നു. ഉമറിനെ കണ്ട ഉടനെ ഫാത്തിമ പ്രസ്തുത ഏട് ഒളിപ്പിച്ചു. പക്ഷേ അവരുടെ പാരായണം ഉമർ കേട്ടിരുന്നു. അദ്ദേഹവും അവരുമായി വാക്കേറ്റം നടന്നു. തുടർന്ന് സഹോദരി ഭർത്താവിന്റെ മേൽ ചാടി വീണ് അദ്ദേഹത്തെ മർദ്ദിക്കാൻ തുടങ്ങി. ഭർത്താവിനെ രക്ഷിക്കാൻ ശ്രമിച്ച ഫാത്തിമയ്ക്കും അടികിട്ടി. അവരുടെ തലയ്ക്ക് മുറിവേറ്റു. ഒടുവിൽ ഫാത്തിമയും ഭർത്താവും പറഞ്ഞു, അതെ, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. നിനക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തുകൊള്ളുക. അടികൊണ്ട് സഹോദരിയുടെ രക്തമൊലിക്കുന്നത് കണ്ട ഉമറിൽ കുറ്റബോധമുണ്ടായി. അദ്ദേഹം അവരോട് പറഞ്ഞു, ശരി, നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന ആ ഏട് എന്നെയും കാണിക്കുക. താൻ അത് കീറിക്കളയുകയില്ലെന്ന് അദ്ദേഹത്തെ കൊണ്ടവർ സത്യം ചെയ്യിച്ചു. പിന്നെ കുളിച്ച് ദേഹശുദ്ധി വരുത്തി വരാൻ ആവശ്യപ്പെട്ടു. ഉമർ കുളി കഴിഞ്ഞുവന്ന് പ്രസ്തുത ഏടുകളെടുത്തു വായിച്ചു തുടങ്ങി. സൂറ ത്വാഹയായിരുന്നു ആ ഏടിൽ ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത്. അത് വായിച്ചുകൊണ്ടിരിക്കെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി, ഹാ, എത്ര സുന്ദരമായ വചനങ്ങൾ. ഇത് കേട്ടപ്പോൾ അവിടെ മറഞ്ഞിരിക്കുകയായിരുന്ന ഖബ്ബാബ് ബിൻ അറത്ത് വെളിയിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവാണ് സത്യം. പ്രവാചകന്റെ ദൗത്യം പ്രചരിപ്പിക്കുന്നതിൽ താങ്കളെക്കൊണ്ട് മഹത്തായ സേവനങ്ങൾ അല്ലാഹു ചെയ്യിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അബൂജഹലിനെയോ ഉമർ ബിനുൽ ഖത്താബിനെയോ ഇസ്ലാമിന്റെ സംരക്ഷകനാക്കി തരണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഇന്നലെ കൂടി ഞാൻ കേട്ടതാണ്. അല്ലയോ ഉമർ, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് വരിക, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് വരിക. ഈ വാക്കുകൾ ഉമറിന്റെ ഹൃദയത്തിൽ ആഞ്ഞു തറച്ചു. അദ്ദേഹം അപ്പോൾ തന്നെ ഖബ്ബാബുമൊത്ത് തിരുനബിയുടെ മുമ്പിൽ ചെന്ന് ഇസ്ലാം ആശ്ലേഷിച്ചു. അബിസീനിയ പലായനത്തിന്റെ ഉടനെയാണ് ഈ സംഭവം നടന്നത്. പ്രതിപാദ്യം. അധ്യായം ആരംഭിക്കുന്നതിങ്ങനെയാണ്, അല്ലയോ മുഹമ്മദ്, താങ്കളെ വിപത്തിൽപ്പെടുത്താനല്ല ഈ ഖുർആൻ അവതരിച്ചിരിക്കുന്നത്. പാറക്കെട്ടുകളിൽ നിന്ന് പാലാറൊഴുക്കാൻ താങ്കളോട് ആവശ്യപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവരെ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കണമെന്നോ ഹൃദയം മരവിച്ചുപോയ ധിക്കാരികളുടെ ഹൃദയത്തിൽ ഈ സന്ദേശം കുത്തിച്ചെലുത്തണമെന്നോ താങ്കളോട് കൽപ്പിക്കുന്നുമില്ല. ഹൃദയത്തിൽ ദൈവഭയമുള്ളവരും ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരും ശ്രവിച്ച് അനുസരിക്കേണ്ടതിനുള്ള ഉപദേശവും അനുസ്മരണവും മാത്രമാണിത്. ആർ വിശ്വസിക്കട്ടെ, വിശ്വസിക്കാതിരിക്കട്ടെ, താങ്കൾ ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഇത് ആകാശഭൂമികളുടെ അധിപന്റെ വചനങ്ങളാകുന്നു. അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. ഈ ആമുഖത്തിനു ശേഷം പെട്ടെന്ന് മൂസാ നബിയുടെ കഥ ആരംഭിക്കുന്നു. പ്രത്യക്ഷത്തിൽ കേവലം ഒരു കഥാകഥന രൂപത്തിൽ തന്നെയാണ് അത് അവതരിപ്പിക്കുന്നത്. പശ്ചാത്തലത്തിന്റെ സവിശേഷതകളിലേക്ക് ഒരു സൂചന പോലും കാണുകയില്ല. പക്ഷേ സൂറയുടെ അവതരണഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന പരിതസ്ഥിതികളിലേക്ക് ഇറങ്ങിനിന്ന് ഈ കഥാകഥനം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം ബോധ്യപ്പെടും. അത് വരികൾക്കിടയിലൂടെ മക്കാ നിവാസികളോട് പരോക്ഷമായി മറ്റു ചില സംഗതികൾ കൂടി പറയുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം നന്നായി ഗ്രഹിച്ചിരിക്കണം. അതായത്, അറേബ്യയിൽ അക്കാലത്ത് ധാരാളം ജൂതന്മാരുണ്ടായിരുന്നു. ജൂതന്മാരുടെ വൈജ്ഞാനിക ധൈഷണിക നിലവാരം അറബികളുടേതിനേക്കാൾ മികച്ചതായിരുന്നു. കൂടാതെ അബിസീനിയക്കാരുടെയും റോമക്കാരുടെയും ക്രൈസ്തവാധിപത്യവും അറബികളിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. ഇതിന്റെയെല്ലാം ഫലമായി അവർ മൊത്തത്തിൽ മൂസാ നബിയെ അള്ളാഹുവിന്റെ ഒരു പ്രവാചകനായി അംഗീകരിച്ചു.
പ്രസ്തുത യാഥാർത്ഥ്യങ്ങളെ മുൻനിർത്തി വീക്ഷിക്കുമ്പോൾ ഈ കഥയുടെ വരികൾക്കിടയിലൂടെ അല്ലാഹു അറബികളെ താഴെ പറയുന്ന സംഗതികൾ ധരിപ്പിക്കുന്നതായി കാണാം. 1. അല്ലാഹു ആരെയെങ്കിലും അവന്റെ പ്രവാചകനായി നിശ്ചയിക്കുമ്പോൾ കുറെ ആളുകളെ വിളിച്ചുകൂട്ടി, ഹേ ജനങ്ങളെ, ഇന്നു മുതൽ നാം ഇന്നയാളെ നമ്മുടെ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് വിളംബരം ചെയ്യുക പതിവില്ല. അല്ലാഹു ആർക്കെങ്കിലും പ്രവാചകത്വം നൽകുകയാണെങ്കിൽ മൂസാ നബിക്ക് നൽകിയ പോലെ അല്ലാഹുവിന്റെ വചനത്തിലൂടെയാണ് നൽകുക. മുമ്പുള്ള പ്രവാചകന്മാരുടെ കാര്യത്തിലൊന്നും വിളംബരം ചെയ്യുന്ന പതിവുണ്ടായിട്ടില്ല. എന്നിരിക്കെ മുഹമ്മദ് നിങ്ങളുടെ മുമ്പിൽ പ്രവാചകനായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാത്രം അതേപ്പറ്റി ആകാശത്തുനിന്ന് വിളിച്ചറിയിപ്പുണ്ടാവുകയോ മലാഖമാർ ഭൂമിയിൽ ഇറങ്ങി നടന്ന് വിളംബരപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നതിൽ നിങ്ങൾ എന്തിന് സംശയിക്കണം? 2. മുഹമ്മദ് നബി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന സന്ദേശങ്ങൾ അഥവാ തൗഹീദും ആഖിറത്തും തന്നെയാണ് മൂസാ നബിക്കും പ്രവാചകത്വ പദവി നൽകിയപ്പോൾ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തത്. 3. ഇന്ന് മുഹമ്മദ് നബി നിങ്ങളുടെ ഇടയിൽ എപ്രകാരം ഒറ്റപ്പെട്ടവനും നിസ്സഹായനുമായിരിക്കുന്നുവോ അതേ പ്രകാരം തന്നെയായിരുന്നു മഹത്തായ ഈ ദൌത്യം നിർവഹിക്കാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ മൂസാ നബിയുടെയും അവസ്ഥ. സൈന്യങ്ങളോ ആയുധങ്ങളോ ഇല്ലാതെ അദ്ദേഹത്തെ തനിച്ചാണ് അല്ലാഹു സ്വേച്ഛാധിപതിയായ ഫിർഔന്റെ മുമ്പിലേക്ക് അയച്ചത്. അല്ലാഹുവിന്റെ പ്രവൃത്തികൾ അത്യന്തം അത്ഭുതകരമത്രേ. മദീനയിൽ നിന്ന് മിസ്രിലേക്ക് പോകുന്ന ഒരു സഞ്ചാരിയെ വഴിയിൽ നിർത്തിയിട്ട് അവൻ കൽപ്പിക്കുന്നു, പോവുക, കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഫിർഔനെ ചെന്ന് ചെറുക്കുക. അദ്ദേഹത്തിന് സഹായിയായി തന്റെ സഹോദരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആർത്തിരമ്പുന്ന സൈന്യങ്ങളില്ല, അശ്വങ്ങളില്ല, ആനകളില്ല. അതിഗംഭീരമായ ഒരു സംരംഭത്തിനാവശ്യമുള്ള ഒന്നും അദ്ദേഹത്തിന്റെ കൂടെയില്ല. 4. മുഹമ്മദ് നബിയുടെ നേരെ ഇന്ന് മക്ക നിവാസികൾ ധാരാളം സന്ദേഹങ്ങളും വിമർശനങ്ങളും ന്യായവാദങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരായി ക്രൂരമായ മർദ്ദനമുറകളും വഞ്ചനകളും പ്രയോഗിക്കുന്നുണ്ട്. എന്നാൽ അവയെല്ലാം അതിനേക്കാൾ വലിയ തോതിൽ ഫിർഔൻ മൂസായുടെ നേരെയും പ്രയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടും ഫിർഔന്റെ പ്ലാനുകളും പദ്ധതികളും എപ്രകാരം നിഷ്ഫലമായി തീർന്നുവെന്ന് ചിന്തിക്കുക. സമ്പത്തും സന്നാഹങ്ങളുമില്ലാത്ത പ്രവാചകനോ സൈന്യങ്ങളും സജ്ജീകരണങ്ങളുമുള്ള ഫിർഔനോ ആരാണ് അവസാനം വിജയിച്ചത്? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞുകിടക്കുന്ന ഒരു സാന്ത്വനവും ഈ ശൈലി ഉൾക്കൊള്ളുന്നുണ്ട്. സ്വന്തം ഇല്ലായ്മകളെയും സത്യനിഷേധികളുടെ ഐശ്വര്യങ്ങളെയും കുറിച്ചോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ആരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലാണോ ദൈവിക കരമുള്ളത് അവർക്കായിരിക്കും അന്തിമ വിജയം എന്നതാണത്. അതോടൊപ്പം ഈജിപ്ഷ്യൻ ജാലവിദ്യക്കാരുടെ ചരിത്രവും അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു. യാഥാർത്ഥ്യം വ്യക്തമായപ്പോൾ ജാലവിദ്യക്കാർ ഫിർഔന്റെ മുമ്പിൽ വെച്ചുതന്നെ മൂസാ നബിയിൽ വിശ്വസിച്ചു. ഫിർഔന്റെ പ്രതികാര നടപടികളെക്കുറിച്ചുള്ള ഭീതിക്ക് അവരുടെ ഒരു രോമത്തെപ്പോലും ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. 5. അവസാനം ഇസ്രായേല്യരുടെ ചരിത്രത്തിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം എടുത്തു കാണിക്കുന്നു. എന്നിട്ട് ദേവതകളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുന്ന സമ്പ്രദായം എത്രമാത്രം മൂഢമായ രീതിയിലാണ് ആവിർഭവിക്കുന്നതെന്നും അത്തരം മ്ലേച്ഛ വസ്തുക്കളെ അടയാളം പോലും അവശേഷിക്കാത്ത വിധം ദൈവദൂതൻ എപ്രകാരം നശിപ്പിച്ചുവെന്നും വിവരിക്കുന്നു. ഇന്ന് നബി തിരുമേനി എതിർത്തുവരുന്ന വിഗ്രഹാരാധന നുബുവത്തിന്റെ ചരിത്രത്തിൽ മുമ്പും ആരാലും അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്ന് സമർത്ഥിക്കുകയാണ് ഇതിലൂടെ അല്ലാഹു ചെയ്തിരിക്കുന്നത്. ഈ വിധം മൂസാ നബിയുടെ ചരിത്രത്തിന്റെ വിവരണത്തിലൂടെ അദ്ദേഹത്തിന്റെയും മുഹമ്മദ് നബിയുടെയും മുമ്പിലുണ്ടായിരുന്ന സമാന പ്രശ്നങ്ങളിലേക്കും പ്രതിബന്ധങ്ങളിലേക്കും വെളിച്ചം വീശിയിരിക്കുന്നു. അതിനുശേഷം സംക്ഷിപ്തമായ ഒരു ഉപദേശമാണുള്ളത്. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഉപദേശവും അനുസ്മരണവുമായിട്ടാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് ചെവി കൊടുക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. അനുസരിക്കുന്നില്ലെങ്കിൽ അതിന്റെ ദുഷ്ഫലം നിങ്ങൾ തന്നെ കണ്ടുകൊള്ളുക. പിന്നീട് ആദമിന്റെ കഥയുദ്ധരിച്ചുകൊണ്ട് ഈ വസ്തുത വ്യക്തമാക്കുന്നു. നിങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത് പിശാചിന്റെ കാൽപ്പാടുകളിലൂടെയാണ്. പിശാചിന്റെ വഞ്ചനയിൽ അകപ്പെട്ടു പോവുക എന്നത് ചില കാലങ്ങളിൽ മനുഷ്യരെ ബാധിക്കുന്ന ഒരു ദൗർബല്യമത്രേ. വളരെ പ്രയാസപ്പെട്ടാലേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. ശരിയായ നിലപാടിതാണ്. തന്റെ അബദ്ധം മനസ്സിലാകുമ്പോൾ ആദിപിതാവ് ആദമിനെ അനുകരിച്ച് സ്വന്തം തെറ്റുകൾ സമ്മതിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ അടിമത്തത്തിലേക്ക് മടങ്ങുക.
ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കുകയും അടിക്കടി ഉപദേശങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരുവൻ തെറ്റിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ സ്വന്തം കാലിനു തന്നെ കോടാലു വയ്ക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അതിന്റെ ദുരന്തം സ്വയം തന്നെ അനുഭവിക്കേണ്ടി വരും. മറ്റാർക്കും ഒരു നഷ്ടവും സംഭവിക്കാനില്ല. സൂറത്തിന്റെ അന്ത്യത്തിൽ നബി തിരുമേനിയോടും മുസ്ലിങ്ങളോടും ധിക്കാരികളുടെ ചെയ്തികളിൽ അക്ഷമരാകരുതെന്ന് ഉപദേശിക്കുന്നു. നിഷേധവും ധിക്കാരവും പ്രകടിപ്പിക്കുന്നവരെ ഉടനടി ശിക്ഷിക്കുകയല്ല, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടത്ര സമയം അനുവദിക്കുകയാണ് അള്ളാഹുവിന്റെ നടപടിക്രമം. അതുകൊണ്ട് അസ്വസ്ഥരാകാതെ സഹനത്തോടെ അവരുടെ അക്രമങ്ങളെ അതിജീവിച്ച് സത്യപ്രബോധനം നിർവഹിച്ചുകൊണ്ടിരിക്കുക. ഇതോടൊപ്പം നമസ്കാരത്തെക്കുറിച്ചും ഊന്നിപ്പറഞ്ഞിരിക്കുന്നു. കാരണം ക്ഷമ, സഹനം, സംതൃപ്തി മുതലായവ സത്യപ്രബോധകരിലുണ്ടായിരിക്കേണ്ട അനിവാര്യ ഗുണങ്ങളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. നീ ക്ലേശിക്കുന്നതിനു വേണ്ടിയല്ല നാം ഈ ഖുർആൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. ഇത് ഭയഭക്തന്മാർക്കുള്ള ഉദ്ബോധനം മാത്രമാകുന്നു. ഈ വാക്യം മുൻ വാക്യത്തിന്റെ ആശയം കൂടുതൽ വ്യക്തമാക്കുന്നു. രണ്ടു വാക്യങ്ങളും ചേർത്ത് വായിച്ചാൽ ആശയം ഇപ്രകാരമാണെന്ന് മനസ്സിലാക്കാം. ഈ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് അസാധ്യമായതെന്തെങ്കിലും ചെയ്യാൻ താങ്കളോട് ആവശ്യപ്പെടുന്നില്ല. ഈ സന്ദേശം സ്വീകരിക്കാത്തവരെ നിർബന്ധിച്ച് സ്വീകരിപ്പിക്കാനോ വിശ്വാസത്തിന്റെ നേരെ കൊട്ടിയടക്കപ്പെട്ട ഹൃദയങ്ങളിൽ വിശ്വാസം നിറയ്ക്കാനോ താങ്കളെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടില്ല. ഇതൊരു ഉദ്ബോധനവും താക്കീതും മാത്രമാണ്. ഹൃദയത്തിൽ ദൈവഭയമുള്ളവർ ശ്രദ്ധിക്കാനും പാഠം ഉൾക്കൊള്ളാനുമാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവഭയമില്ലാത്തവരും സത്യവും അസത്യവും ഏത് എന്ന് തിരിച്ചറിയാൻ താൽപര്യമില്ലാത്തവരുമായ ചില ആളുകളുണ്ടായേക്കും. താങ്കൾ അവരുടെ പിന്നാലെ നടക്കേണ്ട ഒരാവശ്യവുമില്ല. തൻസീലം മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ. ഭൂമിയും അത്യുന്നത വാനലോകങ്ങളും സൃഷ്ടിച്ചവനിൽ നിന്ന് അവതരിച്ചത്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. ആ കരുണാവാരിധി പ്രപഞ്ചത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. സൃഷ്ടികർമ്മത്തിനു ശേഷം അവൻ എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങുകയല്ല, മറിച്ച് തന്റെ സൃഷ്ടിപ്രപഞ്ചത്തിലെ സർവ്വവ്യവസ്ഥകളെയും ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ തന്റെ അനന്തമായ ആധിപത്യത്തിൽ വാണരുളുന്നു. സ്രഷ്ടാവ് മാത്രമല്ല, യഥാർത്ഥ ഭരണാധിപൻ കൂടിയാണവൻ. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വമാ ബൈനഹുമാ വമാ തഹ്തസ് സറാ. അവൻ ആകാശങ്ങളിലും ഭൂമിയിലും അവയ്ക്കിടയിലും മണ്ണിനടിയിലുമുള്ള സകല വസ്തുക്കളുടെയും ഉടമയാകുന്നു. വഇൻ തജ്ഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമുസ് സിർറ വഅഖ്ഫാ. വേണമെങ്കിൽ നീ വാക്കുകൾ ഉച്ചത്തിൽ പറഞ്ഞുകൊള്ളുക. എന്നാൽ രഹസ്യവർത്തമാനം മാത്രമല്ല, അതിനേക്കാൾ നിഗൂഢമായ കാര്യങ്ങളും അവൻ അറിയുന്നുണ്ട്. താങ്കളുടെയും അനുയായികളുടെയും നേരെ ശത്രുക്കൾ അഴിച്ചുവിടുന്ന അക്രമങ്ങളെയും ദ്രോഹങ്ങളെയും കുറിച്ചോ വൃത്തികെട്ട ആരോപണങ്ങളിലൂടെ താങ്കളെ തേജോവധം ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചോ താങ്കൾ ശബ്ദമുയർത്തി ആവലാതിപ്പെടേണ്ടതില്ല എന്നർത്ഥം. നിങ്ങൾ ഏതവസ്ഥയിലാണ് കഴിഞ്ഞുകൂടുന്നതെന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. നിങ്ങളുടെ ഹൃദയമിടിപ്പുകൾ പോലും അവൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്നാ. അവൻ അല്ലാഹുവാകുന്നു, അവനല്ലാതെ ദൈവമില്ല. ഉത്കൃഷ്ടനാമങ്ങളൊക്കെയും അവനുള്ളതാകുന്നു. അവൻ ഉന്നതമായ ഗുണവിശേഷങ്ങളുടെ ഉടമയാണെന്നർത്ഥം. വഹൽ അതാക ഹദീസു മൂസാ. മൂസായുടെ വാർത്ത വല്ലതും നിനക്ക് ലഭിച്ചിട്ടുണ്ടോ?
إذ رأى نارا فقال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى. അദ്ദേഹം ഒരു തീ കണ്ടപ്പോൾ തന്റെ കുടുംബത്തോട് പറഞ്ഞു, നിൽക്കുവിൻ, ഒരു തീ കാണുന്നുണ്ട്. അതിൽ നിന്ന് ഒരു ശിഖ നിങ്ങൾക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആ വെളിച്ചത്തിൽ വഴി കണ്ടെത്തുവാനോ എനിക്ക് സാധിച്ചേക്കും. മൂസാ നബി ഏതാനും വർഷം മദിയനിൽ പരദേശിയായി താമസിക്കുകയുണ്ടായി. അതിനുശേഷം അവിടെ നിന്ന് വിവാഹം ചെയ്ത തന്റെ ഭാര്യയെയും കൂട്ടി ഈജിപ്തിലേക്ക് തിരിച്ചുവരുമ്പോഴുള്ള കഥയാണിത്. അതിനു മുമ്പ് നടന്ന സംഭവം സൂറ അൽ ഖസസിൽ വിവരിച്ചിട്ടുണ്ട്. അതിന്റെ സംക്ഷിപ്തം ഇതാണ്: മൂസാ നബിയുടെ കൈകളാൽ ഒരു ഈജിപ്തുകാരൻ കൊല്ലപ്പെട്ടു. ഇത് സംബന്ധിച്ച് താൻ പിടികൂടപ്പെടുമെന്നുറപ്പായപ്പോൾ അദ്ദേഹം ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്ത് മദിയനിൽ അഭയം പ്രാപിച്ചു. ശൈത്യകാലത്തെ ഒരു നിശാവേളയിലായിരുന്നു ഈ സംഭവം നടന്നതെന്നാണ് മനസ്സിലാകുന്നത്. മൂസാ നബിയും കുടുംബവും സീനായുടെ ദക്ഷിണഭാഗത്തുകൂടി സഞ്ചരിക്കുകയായിരുന്നു. അകലെ ഒരു വെളിച്ചം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, അവിടെ പോയി കുറച്ച് തീ കൊണ്ടുവരികയാണെങ്കിൽ കുട്ടികൾക്കും കുടുംബത്തിനും രാത്രി ശൈത്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. നന്നേ ചുരുങ്ങിയത് തനിക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള വഴി മനസ്സിലാക്കുകയെങ്കിലും ചെയ്യാമല്ലോ. ഭൂമിയിലെ വഴിയെ സംബന്ധിച്ചു തന്നെയായിരുന്നു ഈ വിചാരം. എന്നാൽ മോക്ഷത്തിലേക്കുള്ള വഴി അവിടെ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അവിടെ എത്തിയപ്പോൾ ഒരു വിളി കേട്ടു, ഓ മൂസ, ഇന്നി അന റബ്ബുക ഫഖ്ലഅ നഅലൈക ഇന്നക ബിൽവാദിൽ മുഖദ്ദസി തുവാ. ഞാനാണ് നിന്റെ റബ്ബ്, ചെരിപ്പ് ഊരിവെക്കൂ, നീ വിശുദ്ധമായ തുവാ താഴ്വരയിലാണ്. മിക്കവാറും ഈ സംഭവത്തിൽ നിന്നായിരിക്കണം പാദരക്ഷ ധരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ പാടില്ല എന്ന നിയമം ജൂതന്മാർ ആവിഷ്കരിച്ചത്. ഈ തെറ്റിദ്ധാരണ ദൂരീകരിച്ചുകൊണ്ട് നബി തിരുമേനി അരുളി, നിങ്ങൾ ജൂതന്മാരിൽ നിന്ന് വ്യത്യസ്തരായി വർത്തിക്കുവിൻ. അവർ ചെരിപ്പുകളും തോലിന്റെ കാലുറകളും ധരിച്ചുകൊണ്ട് നമസ്കരിക്കാറില്ല. പാദരക്ഷ ധരിച്ചുകൊണ്ടേ നമസ്കരിക്കാവൂ എന്ന് ഇതിനർത്ഥമില്ല. പാദരക്ഷ ധരിച്ചു നമസ്കരിക്കുന്നതും അനുവദനീയമാണ്. രണ്ടു വിധത്തിലും നമസ്കരിക്കാവുന്നതാണ്. നബി തിരുമേനി രണ്ടു വിധത്തിലും നമസ്കരിക്കുന്നതായി താൻ കണ്ടിട്ടുണ്ടെന്ന് അംർ ഇബ്നുൽ ആസിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടും അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദും അബൂദാവൂദും അബൂ സഈദിൽ ഖുദരിയിൽ നിന്നുദ്ധരിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം: നിങ്ങളിൽ ഒരുവൻ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ അവൻ തന്റെ ചെരിപ്പുകൾ മറിച്ചു നോക്കട്ടെ. വൃത്തികേടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിലത്തടിച്ച് വൃത്തിയാക്കിയ ശേഷം അവ ധരിച്ച് നമസ്കരിച്ചുകൊള്ളട്ടെ. അബൂ ഹുറൈറയിൽ നിന്നുള്ള നിവേദനത്തിലെ വാചകം ഇങ്ങനെയാണ്: നിങ്ങളുടെ ആരുടെയെങ്കിലും ചെരിപ്പുകളിൽ മാലിന്യങ്ങൾ പറ്റിയെങ്കിൽ അത് ശുദ്ധീകരിക്കാൻ മണ്ണ് മതിയാകുന്നതാണ്. ഉമ്മു സലമയുടെ റിപ്പോർട്ടിൽ യത്ഹുർഹു മാ ബഅദഹു എന്നാണുള്ളത്. അതായത്, ചെരിപ്പുകളിൽ മാലിന്യം പറ്റിപ്പിടിച്ചാൽ മുന്നോട്ടുള്ള നടത്തത്തിൽ തന്നെ വഴിയിലെ മണ്ണ് അതിനെ ശുദ്ധീകരിച്ചുകൊള്ളും. ഇത്തരത്തിലുള്ള നിരവധി ഹദീസുകളെ ആധാരമാക്കി ഇമാം അബു ഹനീഫ, അബു യൂസുഫ്, ഔസായി, ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി തുടങ്ങിയ അനേകം കർമ്മശാസ്ത്ര പണ്ഡിതർ ഏതവസരത്തിലും ചെരിപ്പുകൾ ഭൂമിയിലെ മണ്ണുകൊണ്ട് തന്നെ ശുദ്ധീകരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇമാം അഹ്മദിന്റെയും ഷാഫിഈയുടെയും വീക്ഷണങ്ങളും ഈ അഭിപ്രായത്തിന് ഉപോദ്ബലകമാണ്. എങ്കിലും ഇമാം ഷാഫിഈയുടെ പ്രസിദ്ധമായ അഭിപ്രായം ഇതിനെതിരാണ്. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ പാദരക്ഷ ധരിച്ച് നമസ്കരിക്കുന്നത് ഒരു മര്യാദകേടാണ്. മിക്കവാറും ഈ വിലക്ക് പാദരക്ഷ മണ്ണിലടിച്ചാൽ ശുദ്ധിയാവുകയില്ല എന്ന് അദ്ദേഹം കരുതുന്നതുകൊണ്ടായിരിക്കാം. ഈ വിഷയകമായി ഒരു കാര്യം പ്രത്യേകം അനുസ്മരണീയമാണ്. മസ്ജിദ് നബവിയിൽ ആദ്യകാലത്ത് വിരിപ്പുകളോ മറ്റോ ഉണ്ടായിരുന്നില്ല. ചരൽ വിരിക്കപ്പെട്ടതായിരുന്നു അതിന്റെ തറ. അതിനാൽ ഈ ഹദീസിനെ ആധാരമാക്കി ആരും തറ വൃത്തിയാക്കി വിരിപ്പുകൾ വിധാനിച്ച പള്ളികളിൽ ചെരുപ്പ് ധരിച്ച് പ്രവേശിക്കുന്നത് ശരിയാവുകയില്ല.
വെറും തറകളിലോ മൈതാനങ്ങളിലോ മാത്രമേ ഇന്ന് ചെരുപ്പ് ധരിച്ച് നമസ്കരിക്കാവൂ. എന്നാൽ തുറന്ന മൈതാനങ്ങളിൽ ജനാസ നമസ്കരിക്കുമ്പോൾ പോലും ചിലർ ചെരുപ്പഴിക്കണമെന്ന് നിർബന്ധിക്കാറുണ്ട്. ഇത് ശറഈ വിധികളെക്കുറിച്ച അജ്ഞത കൊണ്ടാണ്. തുവ എന്നത് ആ താഴ്വരയുടെ പേരാണ് എന്നത്രേ പൊതുധാരണ. ചില വ്യാഖ്യാതാക്കൾ വാദി മുഖദ്ദസി തുവ എന്നതിന്റെ വിവക്ഷ 1 മണിക്കൂർ നേരത്തേക്ക് വിശുദ്ധമാക്കപ്പെട്ട സ്ഥലം എന്നാണെന്നും പറഞ്ഞിട്ടുണ്ട്. وَأَنَا اخْتَرْتُكَ فَاسْتَمِعْ لِمَا يُوحَى ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ദിവ്യബോധനം കേട്ടുകൊള്ളുക. إِنَّنِي أَنَا اللَّهُ لَا إِلَٰهَ إِلَّا أَنَا فَاعْبُدْنِي وَأَقِمِ الصَّلَاةَ لِذِكْرِي ഞാനാകുന്നു അല്ലാഹു, ഞാനല്ലാതെ ദൈവമില്ല. അതിനാൽ നീ എനിക്ക് ഇബാദത്ത് ചെയ്യുക, എന്നെ സ്മരിക്കുന്നതിനു വേണ്ടി നമസ്കാരം നിലനിർത്തുക. നമസ്കാരത്തിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശ്യത്തിലേക്ക് വെളിച്ചം വീശുകയാണിവിടെ. മനുഷ്യൻ ദൈവത്തെ സംബന്ധിച്ച് അശ്രദ്ധനായിക്കൂടാ. താൻ ഒരുത്തന്റെ അടിമയാണ്, പരമസ്വതന്ത്രനോ ആശ്രയരഹിതനോ അല്ല എന്നീ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ബോധമില്ലായ്മയാണ് ഐഹിക ലോകത്തിൽ വഞ്ചിതരായവരുടെ ലക്ഷണം. മനുഷ്യഹൃദയത്തിൽ ഈ ബോധം ആഴ്ന്നിറങ്ങാനും ദൈവവും അവനും തമ്മിലുള്ള ബന്ധം സ്ഥിരമായി നിലനിർത്താനുമുള്ള ഏറ്റവും ശക്തമായ മാർഗമാണ് ലോകത്തിലെ എല്ലാ ബഹളങ്ങളിൽ നിന്നും അകന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ വന്നുകൊണ്ടുള്ള നമസ്കാരം. നാം നിന്നെ ഓർക്കേണ്ടതിനായി നീ നമ്മെ ഓർക്കുക എന്നാണ് ഇവിടെ വിവക്ഷ എന്നും ചിലർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ മറ്റൊരിടത്ത് നിങ്ങൾ എന്നെ സ്മരിക്കുക, ഞാൻ നിങ്ങളെ സ്മരിക്കുന്നതാണ് എന്ന് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രശ്നവും കൂടി ഈ സൂക്തത്തിന്റെ ആശയം ഉൾക്കൊള്ളുന്നുണ്ട്. നമസ്കാരം വിസ്മരിച്ചവൻ ഓർമ്മ വരുമ്പോൾ അത് നിർവഹിക്കണമെന്നാണത്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി തിരുമേനി പറയുന്നു, നമസ്കാരം വിസ്മരിച്ചവൻ ഓർമ്മ വരുമ്പോൾ നമസ്കരിക്കട്ടെ, അതല്ലാതെ മറ്റൊരു പ്രായശ്ചിത്തവും അതിനില്ല. ഇതേ ആശയമുള്ള ഒരു ഹദീസ് അബൂ ഹുറൈറയിൽ നിന്ന് മുസ്ലിം, അബൂ ദാവൂദ്, നസായി എന്നിവരും ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ ഖതാദയുടെ റിപ്പോർട്ട് ഇപ്രകാരമാണ്: നമസ്കാരം മറന്നുപോവുകയോ നമസ്കാര സമയത്ത് ഉറങ്ങിപ്പോവുകയോ ചെയ്താൽ എന്തു ചെയ്യണമെന്ന് ഒരാൾ നബി തിരുമേനിയോട് ചോദിച്ചു. അവിടുന്ന് അരുളി, ഉറക്കത്തിൽ കുറ്റമില്ല, ഉണർന്നിരിക്കുമ്പോഴാണ് കുറ്റം. നിങ്ങൾ ആരെങ്കിലും ഉറങ്ങിപ്പോവുകയോ മറന്നുപോവുകയോ ചെയ്താൽ ഉണരുമ്പോഴും ഓർക്കുമ്പോഴും നമസ്കരിക്കുക. തിർമിദി, നസായി, അബൂ ദാവൂദ്. إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى പുനരുദ്ധാനവേള തീർച്ചയായും വന്നെത്തുന്നതാകുന്നു. ഞാൻ അതിന്റെ സമയം രഹസ്യമാക്കി വെക്കാൻ ഇച്ഛിക്കുന്നു. ഓരോ ആത്മാവിനും അതിന്റെ പ്രയത്നത്തിനൊത്ത പ്രതിഫലം ലഭിക്കുന്നതിനു വേണ്ടി. തൗഹീദ് കഴിഞ്ഞാൽ എക്കാലത്തും ആഗതരായിട്ടുള്ള പ്രവാചകന്മാർക്കെല്ലാം വെളിപ്പെടുത്തപ്പെട്ടതും പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടതുമായ യാഥാർത്ഥ്യം ആഖിറത്താകുന്നു. ഇവിടെ ഈ യാഥാർത്ഥ്യം സമർത്ഥിക്കുന്നതോടൊപ്പം അതിന്റെ ഉദ്ദേശ്യത്തിലേക്ക് വെളിച്ചം വീശുക കൂടി ചെയ്തിരിക്കുന്നു. ഓരോ വ്യക്തിക്കും അവൻ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം നൽകാനായിട്ടാണ് ആ പ്രതീക്ഷിക്കപ്പെടുന്ന സമയം അഥവാ അന്ത്യദിനം ആഗതമാകുന്നത്. പരീക്ഷണത്തിന്റെ ന്യായം പൂർത്തീകരിക്കാനായിട്ടത്രേ ആ ദിനത്തെ അല്ലാഹു അജ്ഞാതമാക്കി വച്ചിരിക്കുന്നത്. അനന്തര ജീവിതത്തെക്കുറിച്ച് ബോധമുള്ളവർ ആ ദിനത്തെ എപ്പോഴും ഓർക്കുന്നു. അതവരെ ദുർമാർഗത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. ഐഹിക സുഖങ്ങളിൽ മുഴുകാൻ ആഗ്രഹിക്കുന്നവനാകട്ടെ, അന്ത്യദിനം അടുത്തായാലും അകലെയായാലും അത് ദൃഷ്ടിയിൽ പെടുന്നില്ലല്ലോ എന്ന വിചാരത്തിൽ ആണ്ടുപോകുന്നു. فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى അതിനാൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കാതെ ദേഹേച്ഛയുടെ ദാസന്മാരായി തീരുന്നവർ ആ ഉയിർത്തെഴുന്നേൽപ്പ് വേളയെ സംബന്ധിച്ച വിചാരത്തിൽ നിന്ന് നിന്നെ തടയാതിരിക്കട്ടെ. പരലോകം മറന്നാൽ നീ നാശത്തിൽ പതിച്ചു പോകും. وما تلك بيمينك يا موسى മൂസ, നിന്റെ കയ്യിലെന്താണ്?
ഈ ചോദ്യം വിവരം തേടിക്കൊണ്ടുള്ളതായിരുന്നില്ല. മൂസായുടെ കയ്യിൽ വടിയാണുള്ളതെന്ന് അല്ലാഹുവിന് തന്നെ അറിയാമായിരുന്നു. അത് കേവലമൊരു വടി മാത്രമാണെന്ന വസ്തുത മൂസാ നബിയുടെ ഹൃദയത്തെ നന്നായി ബോധ്യപ്പെടുത്തിയ ശേഷം അതിലൂടെ അല്ലാഹുവിന്റെ അത്ഭുത ശക്തിയും മഹത്വവും അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഉദ്ദേശ്യം. قال هي عصاي أتوكأ عليها وأهش بها على غنمي ولي فيها مآرب أخرى. മൂസ ബോധിപ്പിച്ചു, ഇത് എന്റെ വടിയാണ്, ഞാനത് ഊന്നി നടക്കുന്നു, അതുകൊണ്ട് എന്റെ ആടുകൾക്ക് ഇല പൊഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എനിക്കതുകൊണ്ട് വേറെയും ആവശ്യങ്ങളുണ്ട്. قال ألقها يا موسى. അവൻ കൽപ്പിച്ചു, മൂസ, നീ അത് താഴെയിടുക. മറുപടിയായി ഇത് വടിയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകുമായിരുന്നു. പക്ഷേ മൂസാ നബിയുടെ ഈ നീണ്ട ഉത്തരം അപ്പോഴത്തെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയുടെ ഒരു മനോഹര ചിത്രമാണ് കാഴ്ചവെക്കുന്നത്. മനുഷ്യന് തന്നേക്കാൾ വളരെ ഉന്നതമായ വ്യക്തിത്വങ്ങളുമായി സംസാരിക്കാൻ അവസരം ലഭിക്കുമ്പോൾ ആ സംസാരം കഴിയുന്നത്ര ദീർഘിപ്പിക്കാനും അതുവഴി പരസ്പര സമ്പർക്കം വർദ്ധിപ്പിക്കാനും അങ്ങനെ സായുജ്യം നേടാനും ശ്രമിക്കുക സ്വാഭാവികമാണല്ലോ. فألقاها فإذا هي حية تسعى. അദ്ദേഹം അത് താഴെയിട്ടു. പെട്ടെന്നതാ അതൊരു ഇഴയുന്ന സർപ്പമായി തീർന്നു.